കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്ര ഇന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണ് ജാഥ നയിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ചെർക്കളയിൽ പൊതുസമ്മേളനമുണ്ട്. അരുൺ പാറയ്ക്കൽ കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് ചേരുന്നു. കാന്തപുരത്തിന്റെ ഈ യാത്രയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ്കേൻ, ഗുഡ് മോർണിംഗ്. എസ്കേൻ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി മംഗലാപുരം ഉള്ളാളിൽ വെച്ചാണ് ഇതിന്റെ പതാക കൈമാറുന്നത്. സയ്യിദ് മദനി മകാമിൽ വെച്ച് യാത്രയുടെ പതാക കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് കൈമാറും. അതിനുശേഷം വൈകിട്ട് 5 മണിയോടുകൂടി കാസർഗോഡ് ചെർക്കളയിലാണ് പൊതുസമ്മേളനം. ഒരു കേരളത്തിൽ നിന്നുള്ള ഔദ്യോഗികമായ തുടക്കം കാസർഗോഡ് ചെർക്കളയിൽ നിന്നാണ്. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയവുമായാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഒരു ജാഥ നയിക്കുന്നത്. ഈ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് ഈ ജാഥ എത്തും. തിരുവനന്തപുരത്താണ് ഇതിന്റെ സമാപന സമ്മേളനമുള്ളത്. ഇത് ഒരുപാട് രാഷ്ട്രീയ മാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ജാഥയാണ്. നമുക്കറിയാം, 2 ദിവസം മുൻപാണ് EK വിഭാഗത്തിന്റെ ഈ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നടത്തിയ ജാഥ അത് കാസർഗോഡ് സമാപിച്ചത്. അതിനുശേഷം AP വിഭാഗം ജാഥ തുടങ്ങുകയാണ്. രാഷ്ട്രീയ മാനങ്ങൾ ഉൾപ്പെടെയുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇനിയിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുകയാണ്. കാലങ്ങളായി ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു വിഭാഗമാണ് AP അബൂബക്കർ മുസ്ലിയാരുടെ വിഭാഗം. അതുകൊണ്ട് തന്നെ വിവിധ ജില്ലകളിലുള്ള സ്വീകരണ പരിപാടികൾ ഏതെല്ലാം രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കും, ഇനി എന്ത് രാഷ്ട്രീയ നിലപാടായിരിക്കും ഇവർ സ്വീകരിക്കുക എന്നതൊക്കെ തന്നെ ചർച്ചാ വിഷയമാണ്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ഉള്ളാളിൽ വെച്ച് ഈ ജാഥയ്ക്ക് തുടക്കമാകും. കേരളത്തിലെ ഔദ്യോഗിക തുടക്കം കാസർഗോഡ് ജില്ലയിലെ ചെർക്കളയിൽ വെച്ചായിരിക്കും. അതിനുശേഷം 16-ാം തീയതി ഈ ജാഥ തിരുവനന്തപുരത്ത് അവസാനിക്കും. SKN. എന്തായാലും കാന്തപുരത്തിന്റെ യാത്രയ്ക്ക് എല്ലാ ആശംസകളും നമ്മൾ നേരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.